ഹായ്. നമ്മൾ ഓണത്തിരക്കൊക്കെ കഴിഞ്ഞിരിക്കുക കേട്ടോ. എല്ലാവരും ഓണമൊക്കെ നല്ല അടിപൊളിയാക്കി ആഘോഷിച്ചില്ലേ? ഇവിടെ നമ്മൾ ഓണമൊക്കെ സൂപ്പറാക്കി. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞിരുന്നപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ കുറേ നാളായി നമുക്ക് വേണ്ടി എടുത്തു വച്ചിരിക്കുന്ന മെറ്റീരിയൽസൊക്കെ തയ്ക്കാമെന്ന്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് കരുതി. വേറെ ഒന്നുമല്ല കേട്ടോ, ഇത് ജസ്റ്റ് മെറ്റീരിയൽസ് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ വരും ദിവസങ്ങളിൽ നമ്മൾ തയ്ക്കാൻ പോവാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇതിൽ ട്യൂട്ടോറിയലായിട്ട് വേണ്ട സ്റ്റിച്ചിങ് ഐറ്റംസ് വല്ലതുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, നമുക്കതിൻ്റെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. നമുക്കതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ നിങ്ങൾ പറയുന്നത് ഏതാണോ അതിൻ്റെ ചെയ്യാമല്ലോ. അങ്ങനെയാണ് ഇതൊന്ന് നിങ്ങളെ കാണിക്കാമെന്ന് കരുതിയത്. അപ്പോൾ ഇതൊക്കെ ഏതൊക്കെ മോഡലിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, എന്താണ് തയ്ക്കാൻ പോകുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു പോവാം. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമാവുമല്ലോ. മംഗളകരമ മഞ്ചളിലിരുന്ന് ആരംഭിക്കണം. ചുമ്മാ നല്ലൊരു യെല്ലോ കളറിൽ വന്നിട്ടുള്ള നൈറ്റി ബിറ്റാണിത്. അതിൽ വൈറ്റ് ഫ്ലോറൽ പ്രിൻ്റാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇത് അമ്മയ്ക്ക് വേണ്ടി വാങ്ങിയതാണ്. ചിലപ്പോൾ നൈറ്റി മാറ്റി നമ്മളിത് സ്ലിറ്റഡായിട്ട് ടോപ്പ് ലൈനിങ് ഒക്കെ കൊടുത്തിട്ട് ചെയ്യും. കാരണം നല്ല ഭംഗിയുണ്ട്, അതുകൊണ്ട് നമുക്കിത് ടോപ്പാക്കാം. അടുത്തതൊരു ചുരിദാർ സെറ്റാണ്. ഒനിയൻ കളറിൽ വന്നിരിക്കുന്നതാണ് കേട്ടോ. ഇത് എനിക്ക് ഓണക്കോടി കിട്ടിയതാണ്. അപ്പോൾ ഇത് ഞാൻ സ്ലിറ്റഡ് ആയിട്ടുള്ള ടോപ്പ് ലൈനിങ് ഒക്കെ വെച്ചിട്ട് സ്ലിറ്റഡ് ടോപ്പ് വയ്ക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ നമ്മളിതിൻ്റെ ബോട്ടം ചെയ്യുന്നില്ല. ഞാൻ ആദ്യം കരുതിയത് ബോട്ടം തന്നെ മെറ്റീരിയൽ, ഈ ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ നമുക്ക് ലൈനിങ് കൊടുക്കാമെന്നാണ്. പക്ഷേ അതിന് നല്ലൊരു ഗ്ലൈസിങ് ഉള്ളതുകൊണ്ട് ലൈനിങ് ഞാൻ വേറെ എടുത്തു. എന്നിട്ട് ഈ ഒരു ബോട്ടം വെച്ചിട്ട് നമുക്ക് വേറൊരു ടോപ്പ് തന്നെ ആക്കാം. പകരം നമുക്ക് ഈ കളറിലൊരു ബോട്ടം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്കിതിന് ഒരു ടോപ്പ് കൂടി ചെയ്തിട്ട് എന്തെങ്കിലും ബീഡ്സ് വർക്ക് ചെയ്ത് കൊടുക്കാം. ബോട്ടം ചെയ്താലും നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് പിന്നി പോവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ലൈനിങ് ഇട്ട് ടോപ്പാക്കാമെന്ന് കരുതിയത്. അപ്പോൾ ഇതിന് മുന്നുള്ള ഡ്രസ്സും ഇങ്ങനെ തന്നെ ഞാൻ ബോട്ടം മാറ്റിയിട്ട് ഒന്നുകിൽ ലൈനിങ് ആയിട്ട് കൊടുക്കും, അല്ലെങ്കിൽ അത് വീണ്ടും ടോപ്പാക്കി തന്നെ ചെയ്യാറ്. നെക്സ്റ്റ് വന്നിട്ട് നേരത്തെ നമ്മൾ നൈറ്റി മെറ്റീരിയൽ കാണിച്ചില്ല, അതിൻ്റെ ഒപ്പം വാങ്ങിയ നൈറ്റി ബിറ്റാണ്. അത് നമ്മൾ നൈറ്റി നോർമലായിട്ടുള്ള നൈറ്റിയാണ് ചെയ്യാൻ പോകുന്നത്. നോക്കണ്ട, താമരയുടെ കളർ ലേശമൊന്ന് മാറിപ്പോയിട്ടുണ്ട്. എന്നാലും വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നല്ലേ. ചെറിയൊരു പോർഷൻ നമുക്ക് ബ്ലൗസ് തയ്ച്ചതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നൊരു മെറ്റീരിയലാണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് യോക്ക് വച്ചിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നാണ് കരുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് മെറ്റീരിയൽ ഞാൻ വേറെ എടുത്തിട്ടില്ല, യോക്ക് പോർഷനിൽ വരാൻ അപ്പം വരുന്നതാണ്. അപ്പോൾ ഇത് തയ്ക്കാനുള്ളതിൻ്റെ കൂട്ടത്തിൽ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഇത് നമ്മൾ സെയിൽ ചെയ്തിരുന്ന അജ്രക് പ്രിൻറ്റിൽ വരുന്ന നൈറ്റി ബിറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരെണ്ണം കസ്റ്റമറിന് വേണ്ടിയിട്ട് നമ്മൾ പാനൽ കട്ടായിട്ട് ഒരു കുർത്തി പോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പെട്ടുപോയതാണ്. ഇത് നമുക്ക് വേണ്ടിയിട്ടല്ല, കസ്റ്റമറിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് പാനൽ കട്ടായിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഈ ബ്ലാക്കിൽ വരുന്നത് നമ്മൾ കർക്കിടക കിഴിവിന് 200 രൂപയ്ക്ക് വാങ്ങിയ ചുരിദാർ സെറ്റാണ് കേട്ടോ. നോർമലായിട്ടുള്ള സ്ലിറ്റ് ടോപ്പ് തന്നെയാണ് ഇതിന് ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ പാൻറ്റ് നമ്മൾ പലാസോ പാൻറ്റ് ചെയ്യും. പിന്നെ ഇതിൻ്റെ ഷോളും കുറച്ച് കട്ടിയുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് യൂസൊന്നും ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഒന്ന് അടുത്ത് വരെയൊക്കെ പോകുമ്പോൾ ഇടാൻ വേണ്ടി മാത്രമേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വലിയ ഒരു മോഡലൊന്നും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. പിന്നെ നമ്മളിപ്പോൾ ഷോൾ അങ്ങനെ യൂസ് ചെയ്യാത്തതുകൊണ്ട് ഷോൾ നമുക്ക് വേണമെങ്കിൽ ലൈനിങ് ഇട്ടിട്ട് പാൻറ്റോ ടോപ്പോ ഒക്കെ ആക്കി മാറ്റാം. ഇനി നമ്മൾ ആദ്യമായിട്ട് ആരി വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ആ ഒരു മെറ്റീരിയലാണിത്. ഇത് ഇതുവരെ നമ്മൾ തയ്ച്ചിട്ടില്ല കേട്ടോ. കാരണം ഒരു ലൈൻ ചുരിദാറാക്കി നമുക്കിത് തയ്ക്കണം. ഓണത്തിൻ്റെ തിരക്കൊക്കെ വന്നുകൊണ്ട് നമ്മളത് ചെയ്തില്ലായിരുന്നു. ഇത് പട്ടുപാവാട തയ്ച്ചിട്ട് ബാലൻസ് ഉണ്ടായിരുന്ന തുണിയാണ്. അത് നമുക്ക് ചേച്ചിയുടെ കൊച്ചിനൊരു കോട്ട് കോളർ ക്രോപ്പ് ടോപ്പ് ആക്കാം.
എല്ലാത്തിനും ലൈനിങ്ങൊക്കെ നമ്മൾ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി തയ്ച്ചാൽ മാത്രം മതി കേട്ടോ. അതാണല്ലോ ടാസ്ക്. അപ്പോൾ ഇതിനകത്തുള്ള ഈ ബുദ്ധനും നേരത്തെ നമ്മൾ കാണിച്ച കളർ ലേശം പോയ താമരയൊക്കെ നമ്മുടെ ആദ്യത്തെ എക്സ്പീരിയൻസിൽ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ പോരായ്മകളുണ്ടാവും. എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റി. മീഷോന്ന് ഒരു സാരി വാങ്ങിയതിൻ്റെ ബ്ലൗസ് പീസായിരുന്നു കേട്ടോ ഇത്. ഇത് നമുക്കൊരു ടുലിപ്പ് സൽവാർ ധോത്തി പോലെ ചെയ്തെടുക്കാം. കാരണം ഇപ്പോൾ ശ്രീകൃഷ്ണ ജയന്തിയൊക്കെ വരാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ അമ്പാടിക്കണ്ണന് വേണ്ടിയിട്ട് ഒരു ലേസൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു സൽവാർ ധോത്തി പോലെ ചെയ്തെടുക്കണം. അതും ഈ പറഞ്ഞ പോലെ ആദ്യത്തെ അറ്റംപ്റ്റാണ്. എത്രത്തോളം വിജയിക്കുമെന്ന് അറിയില്ല. പിന്നെ നമുക്കൊരു 3 സാരി ബ്ലൗസ് തയ്ക്കാനുണ്ടായിരുന്നു. അതിലൊരെണ്ണം നമ്മൾ ഫുൾ കട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഗ്രീനിൽ വരുന്നത് നമ്മൾ ഫുള്ള് കട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി ലൈറ്റ് ബ്ലൂവിൽ വരുന്നത് 2 ബ്ലൗസ് ചെയ്യണം. അത് ഈ ഒരു പുളിയിലക്കര മുണ്ട് നമ്മൾ എയർ ഹാൻഡ്ലൂംസിൽ നിന്നും ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചേച്ചി വാങ്ങിയതാണ്. കൂടെ എനിക്കും ബ്ലൗസ് പീസ് വാങ്ങി. എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമിന് നമുക്ക് മാറി മാറി കൊടുത്തിട്ട് പോകാമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിപ്പോൾ തയ്ക്കാനുള്ളത്. നോർമലായിട്ടുള്ള സ്ലിറ്റഡ് ടോപ്പും ലൈനും പാനൽ കട്ട് അങ്ങനെയൊക്കെ കുറച്ച് മാത്രമേ ഉള്ളൂ തയ്ക്കാൻ. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ, ചിലപ്പോൾ സ്ലിറ്റഡ് ടോപ്പ് ആണെങ്കിൽ സ്ലിറ്റിൻ്റെ പോർഷനിലായിരിക്കും, അല്ലെങ്കിൽ നെക്ക് ചെയ്യാനായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ചെറിയ ചെറിയ ഭാഗങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ട്യൂട്ടോറിയലായിട്ട് വേണമെങ്കിലോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതിയാവും. ഇതിൻ്റെയൊക്കെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുള്ള വേർഷനുമായിട്ട് നമുക്ക് പുതിയ വീഡിയോയിലേക്ക് വരാം. Bye.